ഹലോ മക്കളെ, ഇന്നത്തെ ഒരു വീഡിയോയിൽ മിസ് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. അപ്പോൾ സോഷ്യൽ മീഡിയ അഡിക്ഷനെ കുറിച്ചും നമ്മളിങ്ങനെ അതിലൂടെ നമുക്ക് സമയം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഭയങ്കര കുഞ്ഞു വീഡിയോ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് മെയിനായിട്ട് ഇപ്പം നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ കാണുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അപ്പം നമുക്ക് ഫോണ് മാറ്റി വെച്ചുകൊണ്ട് ഈ അഡിക്ഷൻ മാറ്റാമെന്ന് പറയുന്നത് ഓൺലൈനായിട്ട് ക്ലാസ് കാണുന്ന സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഓഫ്ലൈനായിട്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോയി പഠിക്കുകയാണ്, അവിടെ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഫോണ് കിട്ടുന്നുണ്ടാവില്ല. അപ്പം ആകെ നമുക്ക് വീട്ടിലേക്ക് വിളിക്കാൻ കിട്ടുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന പ്രശ്നം നമ്മൾ അത്ര ബാധിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നീറ്റിനെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ അത് കാരണം ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മുടെ സമയം നമ്മൾ അറിയാതെ നഷ്ടപ്പെടും. രണ്ടാമതായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓവറായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് ഈ റീൽസ് കാണുന്ന സമയത്ത് നമ്മുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു വരാനുള്ളൊരു ചാൻസ് കൂടെ ഉണ്ട്. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ഫുൾ ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ ഭയങ്കര അടിപൊളിയായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ കോളേജിൽ പോയിട്ടുണ്ടാകും, അവർ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും, പഠിക്കുന്നുണ്ടാകും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഉണ്ട്, എനിക്കത് പറ്റുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട് വരാൻ ചാൻസ് ഉണ്ട് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരും ഉണ്ട്. പക്ഷേ നമ്മളൊരു റൂമിലിരുന്ന് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഇങ്ങനെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കുട്ടികൾക്ക് കേട്ടിട്ടുള്ളത് ഇങ്ങനൊരു നെഗറ്റീവ് ആയിട്ട് കാര്യം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബും ഉണ്ട്, ഇൻസ്റ്റഗ്രാമും ഉണ്ടെങ്കിൽ കൂടെ നമ്മുടെ ഇൻസ്റ്റഗ്രാമാണ് നമ്മൾ മെയിനായിട്ട് ഈ റീൽസിനോട് അഡിക്റ്റ് ആക്കുന്നത്. നമുക്ക് ഒന്ന് കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ റീൽ അഡിക്റ്റ് ആവുന്ന സമയത്ത് നമ്മളുടെ സമയം പെട്ടെന്ന് പോകും. നമ്മൾ ചോദിക്കും ഈ ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു റീൽ നമ്മൾ ഫുള്ള് കാണുന്ന കൂടെ ഉണ്ടാവുന്നില്ല, പക്ഷെ അപ്പോഴേക്കും നമ്മൾ അടുത്തതിലേക്ക് പോകും. അങ്ങനെ കണ്ട് നമ്മുടെ സമയം പെട്ടെന്ന് പോകും, ഒരു കാര്യം. രണ്ടാമത്തേതായിട്ട് നമുക്ക് ഒന്നിൽ കുറച്ച് നേരം പോലും ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാനിനെ ബാധിക്കുന്നുണ്ട്. അപ്പം നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ ഇപ്പോൾ ഒരു നീറ്റ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഇനാക്ടിവേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ആ ആപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യൊന്നും വേണ്ട, തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് പാസ്വേഡും ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, നിങ്ങളുടെ എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാം. അതൊരു നല്ല കാര്യമായിരിക്കും. കാരണം ഈ ഒരു ഇൻസ്റ്റഗ്രാം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കൺട്രോൾ കിട്ടാത്ത ആൾക്കാർക്ക്, നമ്മളിങ്ങനെ ഒരു ഫോൺ ഒരു കാര്യത്തിന് വേണ്ടി എടുത്തു വീണ്ടും ഇങ്ങനെ റീൽസിലൂടെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു കാര്യമായിരിക്കും. അതല്ല, നിങ്ങൾ കൺട്രോൾഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പം നിങ്ങളൊരു കാര്യം ഇത്ര മണിക്കൂർ പഠിച്ചു, അപ്പം നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന റിവാർഡാണ് ഈ റീൽസൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു കൺട്രോൾ കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നല്ലതായിരിക്കും നിങ്ങൾ അങ്ങനെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി യൂട്യൂബിലേക്ക് വരുമ്പോൾ ഞാൻ പിന്നെ വേറൊരു കാര്യം കേട്ടിട്ടുള്ളത്, ഇൻസ്റ്റാഗ്രാമിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് റീൽസ് കാണാതിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ യൂട്യൂബിൽ പോയി റീൽസ് കാണുന്നു എന്ന് പറയുന്നത്. അപ്പം യൂട്യൂബ് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇത് ഞാൻ പേഴ്സണലി ചെയ്ത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം ഞാനാണെങ്കിൽ പോലും നമ്മുടെ എക്സാം വിന്നറിൻ്റെ ഏതെങ്കിലും ക്ലാസ്സുകളോ എന്തെങ്കിലും വീഡിയോസോ എന്തെങ്കിലും അപ്ലോഡായോ അതൊക്കെ നോക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും വേറെ വീഡിയോസ് ഇങ്ങനെ താഴെ സജഷൻ വരുമല്ലോ, അപ്പോൾ നമ്മൾ കണ്ട് പോകാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഫോണിൽ ഞാൻ വാച്ച് ഹിസ്റ്ററി ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ വാച്ച് ഹിസ്റ്ററി ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സജഷൻസ് വരില്ല. നമ്മൾ കാണുന്ന വീഡിയോസ് എന്ത് ടൈപ്പാണോ അതിന് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് സാധാരണ സജഷൻസ് വരിക. അപ്പോൾ നിങ്ങൾ വാച്ച് ഹിസ്റ്ററി കംപ്ലീറ്റ് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരില്ല, സജഷൻസ് വരില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങൾ പോയിട്ട് അവിടെ ടൈപ്പ് ചെയ്യുമ്പോഴാണ്, സെർച്ചിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ സാധനം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്തിനാണോ ഫോൺ എടുത്തത് എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ടായിരിക്കും, അത് നമ്മൾ കാണുന്നു, അത് നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നു. കാരണം നമുക്ക് അടുത്ത സജഷൻ ഇല്ല, അതോടുകൂടി കഴിഞ്ഞു.
ഓക്കെ, അപ്പോൾ യൂട്യൂബ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇനി അതും അല്ലെങ്കിൽ ഫോണിൽ തന്നെയുള്ള ചില സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു റിമൈൻഡർ മെസ്സേജ് വരും, നിങ്ങൾ ഇന്നത്തെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ സെറ്റിങ്സ് നിങ്ങൾക്ക് ഓണാക്കി വെക്കാം. ആൻഡ് നിങ്ങൾക്ക് അതും അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബോ അതിനൊക്കെ നിങ്ങൾക്ക് പാസ്വേഡ്, നിങ്ങൾക്കറിയാത്ത പാസ്വേഡ് നിങ്ങളുടെ അമ്മയോ അനിയത്തിയോ ചേട്ടനോ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ അവർ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂട്യൂബ് ആക്സസ് കിട്ടുള്ളൂ. ആ രീതിയിലേക്ക് വെക്കാം. ഓക്കെ, അപ്പം ഇത് നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നീറ്റിൻ്റെ പ്രിപ്പറേഷനിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനും നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ഒത്തിരി കിട്ടുകയും ചെയ്യും. വേറൊരു കാര്യം, ഇപ്പോൾ റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചിലപ്പം അവർ നീറ്റൊക്കെ എന്താ ചെയ്തിട്ടുണ്ടാവും, ക്ലിയർ ചെയ്തിട്ട് ചിലപ്പോൾ കോളേജിലൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ലൈഫൊക്കെ കാണുന്ന സമയത്ത് ചില ആൾക്കാർ മോട്ടിവേറ്റഡ് ആകും. അതായത് എനിക്കും അടുത്ത പ്രാവശ്യം നീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കോളേജിലൊക്കെ പോയി അടിച്ചു പൊളിക്കുമല്ലോ എന്തോന്ന്. ചില ആൾക്കാർക്ക് ഡീമോട്ടിവേഷനാണ് വരിക, എനിക്കിത് പറ്റുന്നില്ലല്ലോ, അപ്പം ഞാനൊന്നിനും പറ്റാത്ത ആളാണോ. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കാണുന്ന സമയത്ത് അവർ വീട് വാങ്ങുന്നു, അവർ കാറ് വാങ്ങുന്നു, അവർ ഹാപ്പിയാണ്, അവരുടെ ഫുൾ ലൈഫ് സെറ്റാണ്, ഞാൻ മാത്രം ഇങ്ങനെ ആയിരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങൾക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കാണാതിരിക്കുക. ഓക്കെ, അത് കാണാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു തീരുമാനമായിരിക്കും. അതല്ല നിങ്ങൾക്കത് പോസിറ്റീവായിട്ടാണ് വരുന്നത്, അതൊരു മോട്ടിവേഷനായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈ കാര്യങ്ങൾ, ഈ സോഷ്യൽ മീഡിയ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്, ആ രീതിയിൽ നമ്മൾക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു മാറ്റം നിങ്ങളിൽ തന്നെ മനസ്സിലാവും. ഈ പറയുന്ന പെട്ടെന്നുള്ള ഡോപ്പമിൻ സ്പാർക്കൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റഡീസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ ലൈഫൊന്നേ ഒഴിവാക്കാനല്ല, നമ്മൾ നീറ്റ് ഒരു കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ അല്ലേ. ആ കുറച്ച് മാസങ്ങൾ കൂടി നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നീറ്റ് ക്വാളിഫൈ ചെയ്യും. ആ നീറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് കുറേ നിങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോറീസും പോസ്റ്റും വീഡിയോസും ഒക്കെ എടുക്കാം, റീൽസൊക്കെ എടുക്കാം, ഒത്തിരി പോസ്റ്റൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് സമയത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ അറിയിക്കാം. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.